തുലാം രാശിക്കാർക്ക് സാമ്പത്തികമായി അല്പം ബുദ്ധിമുട്ട് ഉള്ള മാസമായിരിക്കും. രണ്ടാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് അപ്രതീക്ഷിതമായ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ ഇടയുണ്ട്. അതിനാൽ വളരെ ശ്രദ്ധിക്കണം. സാമ്പത്തികമായി വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള ചില മാർഗങ്ങൾ ചിലപ്പോൾ വരുവാൻ ഇടയുണ്ട്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ വേണ്ട ജാഗ്രത ഉണ്ടാകേണ്ടതാണ്. കർമ്മമേഖലയിൽ തുലാം രാശിക്കാർക്ക് വളരെ ഗുണമുള്ള ഒരു മാസമാണ് ജൂലൈ 2026. കർമ്മരാശിയിലെ ഉച്ചനായ ഗുരുവും ശുക്രനും ബുധനും വളരെ ഗുണം ചെയ്യും. ബാങ്കിങ്, ഫൈനാൻസ്, എഡ്യൂക്കേഷൻ, റിലീജിയസ് വർക്ക്സ്, കലാ സാഹിത്യാദി വിഷയങ്ങൾ തുടങ്ങിയ മേഖലയിൽ കർമ്മമനുഷ്ഠിക്കുന്ന ധനുരാശിക്കാർക്ക് പുരോഗതി ഉണ്ടാകും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ തുലാം രാശിക്കാർ പൊതുവെ ഭാഗ്യവാന്മാരാണ്. 6-ൽ ശനി നിൽക്കുന്നത് കാൽ, മുട്ട് തുടങ്ങിയ അവയവങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കിയേക്കാം. രോഗപതിയായ വ്യാഴം ശുഭയോഗത്തോടുകൂടി കേന്ദ്രത്തിൽ നിൽക്കുന്നതിനാൽ പൊതുവെ ഈ മാസം ആരോഗ്യപ്രദമാണ്. അത് നല്ല രീതിയിൽ നിലനിർത്തുവാൻ പുതിയ നല്ല ആരോഗ്യശീലങ്ങൾ തുടങ്ങുന്നത് വളരെ ഗുണപ്രദമായിരിക്കും. വ്യായാമം, നല്ല ഭക്ഷണശീലം, കൃത്യമായ സമയത്ത് ഉറങ്ങുക തുടങ്ങിയവ ആരംഭിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് തുലാം രാശി വളരെ ഗുണപ്രദമാണെങ്കിലും ഈ മാസം പുതിയ ബിസിനസ്സുകൾ തുടങ്ങാതിരിക്കുന്നതാണ് ഉത്തമം. നിലവിലുള്ള ബിസിനസ്സിനെ അഭിവൃദ്ധിപ്പെടുത്തുവാനുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ശുക്രനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അതായത് സ്ഥാപനം മോടി പിടിപ്പിക്കുക, കൂടുതൽ പബ്ലിസിറ്റി, അതിനുവേണ്ടിയുള്ള അഡ്വർടൈസ്മെന്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാം. അത് നിങ്ങളുടെ ബിസിനസ്സിനെ ഇൻഡയറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ബാധിക്കും, അല്ലെങ്കിൽ ഗുണം ചെയ്യും എന്ന് പറയാം. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് തുലാം രാശിക്കാർക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും ഭാഗ്യം തുണ ഉള്ളതിനാൽ കാര്യങ്ങൾ അനുകൂലമായിട്ട് വരും. സ്വന്തം അഭിരുചിയും സ്കില്ലുകളും അനുയോജ്യമായ ഉപരിപഠനം തിരഞ്ഞെടുക്കുവാൻ ഈ മാസം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂല സാഹചര്യം ഉണ്ടാകും. ഇത്രയുമാണ് തുലാം രാശിക്കാർക്ക് ഈ മാസത്തെ സാമാന്യ ഫലങ്ങളായിട്ട് പറയേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, അതുപോലെ വിമർശനങ്ങൾ എല്ലാം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ല ഒരു ജൂലൈ മാസം ആശംസിച്ചു കൊള്ളുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.